തൻ്റെ 59-ാം വയസ്സിലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് മൂന്നാം ബഹിരാകാശ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ഇത്തവണ സുനിത ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ പരിശീലന യാത്രയിലാണ് പങ്കുചേർന്നിരിക്കുന്നത്. ഫ്ലോറിഡയിലെ ബഹിരാകാശ താവളത്തിൽ നിന്നാണ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത്. മുൻ US നേവി ക്യാപ്റ്റൻ ബാരി ബച്ച് വിൽമോറാണ് സുനിത വില്യംസിന്റെ സഹയാത്രികൻ. സ്റ്റാർലൈനർ മനുഷ്യരുമായി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ തിരികെ വീട്ടിലെത്തുന്ന പ്രതീതിയാണ് തനിക്ക് അനുഭവപ്പെടാറുള്ളത് എന്നായിരുന്നു സുനിത യാത്രയ്ക്ക് മുൻപ് പറഞ്ഞത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച സ്ത്രീയാണ് സുനിത വില്യംസ്. 1965 സെപ്റ്റംബർ 19 ഒഹിയോവിലെ യൂക്ലിഡിൽ ദീപക് പാണ്ഡെയുടെയും ബോണി പാണ്ഡെയുടെയും മകളായാണ് സുനിതയുടെ ജനനം. 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ സുനിത വില്യംസ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. നേവൽ സിസ്റ്റം കമാൻഡർ, ബേസിക് ഡൈവിംഗ് ഓഫീസർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച സുനിത 1993 ഡിസംബറിൽ US ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി റോട്ടറി വിങ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസറായി. 1998 യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സെയ്പാനിലെ എയർക്രാഫ്റ്റ് ഹാൻഡ്ലറും അസിസ്റ്റന്റ് എയർബോസുമായിരിക്കുന്ന കാലത്താണ് സുനിത ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സുനിതയുടെ ആദ്യ ബഹിരാകാശ യാത്ര 2006 ഡിസംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കായിരുന്നു. ഡിസ്കവറി ബഹിരാകാശ പേടകത്തിലായിരുന്നു STS-116 എന്ന് പേര് നൽകിയിരുന്ന ഈ സംഘത്തിന്റെ യാത്ര. 14ാമത് പര്യവേഷണ സംഘമായിരുന്നു അത്. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗങ്ങൾ മാറി പുതിയവർ വന്ന് അത് 15ാം പര്യവേഷണ സംഘമായപ്പോഴും സുനിത അതിലംഗമായിരുന്നു. 2007 ജൂൺ 22 വരെയാണ് സുനിത ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. ആ സമയത്ത് 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് അവർ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. 2012 ജൂലൈ 14 സുനിത വില്യംസ് 32ാമത് പര്യവേഷണ സംഘത്തിന്റെ ഭാഗമായി വീണ്ടും ബഹിരാകാശത്തേക്ക് പോയി. റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05Mൽ 33ാമത് പര്യവേഷണ സംഘത്തിന്റെ കമാൻഡറായിരുന്നു സുനിത. നാസയുടെ കണക്ക് പ്രകാരം സുനിത വില്യംസ് ഇതുവരെ ബഹിരാകാശത്ത് ചിലവഴിച്ചത് 322 ദിവസമാണ്. ഇപ്പോഴിതാ തൻ്റെ 3ാമത്തെ ബഹിരാകാശ ദൗത്യത്തിലാണ് സുനിത വില്യംസ്.